നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIMന്റെ പതനമുറപ്പാക്കിയ ഒട്ടനവധി ഘടകങ്ങളുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകം വി കുഞ്ഞികൃഷ്ണന്റെ ആത്മകഥയാണ്. പയ്യന്നൂരിൽ നിന്നും CPM വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വിജയിക്കുകയും ഇപ്പോൾ പയ്യന്നൂരിൻ്റെ MLAയുമായ വി കുഞ്ഞികൃഷ്ണൻ പാർട്ടി നേതൃത്വത്തെ അണികൾ തിരുത്തട്ടെ എന്ന പേരിലാണ് അദ്ദേഹം തൻ്റെ ആത്മകഥ എഴുതിയത്. ആ ആത്മകഥയിലൂടെ CPIMന്റെ ഒരു വികൃത മുഖമാണ് പുറത്തേക്ക് വന്നത്. അതായത് പാർട്ടിക്ക് വേണ്ടി ജീവിതവും ജീവനും ബലികഴിപ്പിച്ച രക്തസാക്ഷികൾക്ക് വേണ്ടി പിരിച്ചെടുത്ത ഫണ്ട് പോലും പാർട്ടി തട്ടിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് വി കുഞ്ഞികൃഷ്ണൻ തൻ്റെ ആത്മകഥയിലൂടെ പുറത്തു പറഞ്ഞത്. അതായത് പയ്യന്നൂരിൽ നടന്ന നാണംകെട്ട സാമ്പത്തിക തിരിമറികളുടെ കഥ അത് സത്യത്തിൽ CPIMന്റെ അടിവേരിളക്കുകയായിരുന്നു. ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, കേരളമൊട്ടാകെ CPIMന്റെ മുഖം വലിച്ചു കീറുന്നതിൽ ആ ആത്മകഥ വലിയൊരു പങ്ക് വഹിച്ചു. ആ ആത്മകഥ ഒരു വലിയ ബോംബായിരുന്നു എന്ന് അന്ന് തന്നെ പാർട്ടി നേതാക്കൾ വിലയിരുത്തിയിരുന്നു. CPIMന്റെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ചെറിയ നേതാക്കന്മാരൊന്നുമായിരുന്നില്ല. CPIMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരു കാലത്ത് CPIMന്റെ സമുന്നതരായ നേതാക്കളായിരുന്ന G സുധാകരനും അതുപോലെ തന്നെ വി കുഞ്ഞികൃഷ്ണനും അതോടൊപ്പം പയ്യന്നൂരിൽ ഗോവിന്ദൻ മാസ്റ്ററും എല്ലാമാണ് ഇത്തരത്തിൽ വിമത സ്ഥാനാർത്ഥികളായി മത്സരിച്ചത്. ആരൊക്കെ തോറ്റുപോയാലും ഈ 3 മണ്ഡലങ്ങളിലും പാർട്ടി സ്ഥാനാർത്ഥികൾ തോൽക്കരുത് എന്നാണ് CPM കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരുന്ന നിർദ്ദേശം. എന്നാൽ ജനങ്ങൾ അവരെ തറ പറ്റിച്ചു. ഈ 3 മണ്ഡലങ്ങളിലും വിമത സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നു. ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട പരാജയം പയ്യന്നൂരിലെ പരാജയമാണ്. പയ്യന്നൂരിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി നൽകിയത് ഈ ആത്മകഥയാണ്. ഇപ്പോഴിതാ മറ്റൊരു ആത്മകഥ CPIMന്റെ ഉറക്കം കെടുത്തുകയാണ്. ആ ആത്മകഥ വരാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. പത്തനംതിട്ട ജില്ലയിൽ CPIMന്റെ സമുന്നതനായ നേതാവ്, മാത്രമല്ല മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ, അങ്ങനെയുള്ള A പത്മകുമാറിൻ്റെ ആത്മകഥയാണ് പുറത്തു വരാൻ പോകുന്നത്. A പത്മകുമാർ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദീർഘകാലം അകത്ത് കിടന്ന നേതാവാണ്. A പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യം CPM ദീർഘകാലമായി നേരിട്ടിട്ടുള്ളതുമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തിയതിനു ശേഷമുള്ള തിരുത്തൽ നടപടികളിൽ A പത്മകുമാറിനെതിരെ ഞങ്ങളിതാ നടപടിയെടുക്കാൻ പോകുന്നു എന്ന ഒരു ധാരണ പരത്താനാണ് ഇപ്പോൾ CPM ശ്രമിക്കുന്നത്. എന്നാൽ അതിനിടയിലാണ് താൻ മാത്രമല്ല, യഥാർത്ഥത്തിൽ പാർട്ടിയുടെ മുഖം ഇതൊക്കെയാണ്, തെറ്റ് ചെയ്തത് ഇന്ന നേതാക്കന്മാരാണ് എന്ന വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ആത്മകഥ താൻ എഴുതാൻ പോകുന്നു എന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് A പത്മകുമാർ തൻ്റെ ചില അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞു എന്ന രീതിയിൽ മാധ്യമ വാർത്തകൾ വന്നത്. അതായത് 2 വിഷയങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിലൊന്ന് ശബരിമല യുവതീ പ്രവേശനമാണ്. ശബരിമല യുവതീ പ്രവേശനം CPM ഓർക്കസ്ട്രേറ്റ് ചെയ്ത് നടപ്പിലാക്കിയ ഒരു ആചാര ലംഘനമായിരുന്നു എന്നതിൻ്റെ തെളിവാണ് A പത്മകുമാറിൻ്റെ ആത്മകഥയിൽ വരാൻ പോകുന്നത്. അതായത് CPM ഉന്നതനാണ് ശബരിമല ഈ സ്ത്രീ പ്രവേശനത്തിന്, യുവതീ പ്രവേശനത്തിനും ആചാര ലംഘനത്തിനും നേതൃത്വം നൽകിയത്. ഇയാൾക്ക് പാർട്ടിയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും നല്ല പിടിപാടുള്ള ഉന്നതനായിരുന്നു. ഇയാളാണ് ഈ സ്ത്രീ പ്രവേശനം നടപ്പിലാക്കിയതെന്നും ആ സമയത്ത് യുവതീ പ്രവേശനത്തിന് എതിർത്ത തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിലുണ്ടായിരുന്ന തന്നെ അവിടെ നിന്നും മാറ്റിയതായും, അതായത് ശബരിമലയിൽ നിന്നും ബുദ്ധിപൂർവ്വം മാറ്റിയതായും, തന്നെയും ADGP ശ്രീജിത്തിനെയും തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചതായുമാണ് ഇപ്പോൾ അദ്ദേഹം ആത്മകഥയിൽ തുറന്നു പറയാൻ പോകുന്നത്. മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അവിടെയുണ്ടായിരുന്ന സ്വർണ്ണപ്പാളികളെ രേഖകളിൽ ചെമ്പുപാളികളാക്കി മാറ്റിയത് താനല്ല, അതിലും ഇടപെട്ടത് CPIMന്റെ ഒരു ഉന്നത നേതാവാണ്. ഈ 2 ഉന്നതന്മാരും ഒരാളാണോ രണ്ടാളാണോ എന്നറിയില്ല. പക്ഷേ CPIMന്റെ ഉന്നതന്മാർക്ക് ശബരിമലയിലെ ആചാര ലംഘനത്തിലും സ്വർണ്ണക്കൊള്ളയിലും പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളായിരിക്കും ഈ ആത്മകഥയിൽ വരാൻ പോവുക എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത് മറ്റൊന്നല്ല, ശബരിമല മേൽശാന്തി നിയമനത്തിൽ പോലും ഒരു മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പത്മകുമാർ വെളിപ്പെടുത്താൻ പോകുന്നത്. മന്ത്രി താൻ പറയുന്നയാളെ ശബരിമല മേൽശാന്തിയായി നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയെന്നും ആ കത്ത് ആത്മകഥയിൽ പുറത്തുവിടുമെന്നുമാണ് ഇപ്പോൾ A പത്മകുമാർ ഭീഷണി മുഴക്കിയിരിക്കുന്നത്.
ശബരിമല മേൽശാന്തി നിയമനം വളരെ പവിത്രമാണ്. അത് ഭഗവാന്റെ ഇച്ഛ പ്രകാരം നടക്കുന്നതാണ് എന്നാണ് എല്ലാ ഭക്തജനങ്ങളുടെയും വിശ്വാസം. നറുക്കെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലൂടെയാണ് സുതാര്യമായി ശബരിമല മേൽശാന്തി നിയമനം നടക്കുന്നത്. എന്നാൽ ഇതിലെല്ലാം കള്ളക്കളികൾ ഉണ്ടായിരുന്നുവെന്നും പിണറായി വിജയന്റെ ഭരണകാലത്ത് ഇതിൽ പല ഇടപെടലുകളും നടന്നുവെന്നും അതിൽ പാർട്ടി നേതാക്കന്മാർ തന്നെയാണ് നേരിട്ട് ഈ കാര്യങ്ങളിൽ ഇടപെട്ടത് എന്നുമാണ് ഈ പത്മകുമാറിന്റെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വരുന്നത്. അതായത് പത്മകുമാറിന്റെ ആത്മകഥ പുറത്തു വന്നു കഴിഞ്ഞാൽ 2016 മുതൽ 2026 വരെ 10 വർഷം ശബരിമലയിൽ പിണറായി വിജയനും സംഘവും നടത്തിയ അവിഹിതമായ ദുരൂഹമായ ഇടപാടുകളുടെ കഥകൾ പുറത്തു വരുമെന്ന് വ്യക്തമാവുകയാണ്. അതായത് പാർട്ടിയെ പൂർണ്ണമായും നശിപ്പിച്ചു കളയാനുള്ള വലിയ ബോംബ് ആയിരിക്കും പത്മകുമാറിന്റെ ആത്മകഥ എന്ന് പാർട്ടി നേതാക്കൾ തന്നെ ഭയപ്പെടുന്നു. കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനോട് ഈ ആത്മകഥയെപ്പറ്റി ചോദിച്ചെങ്കിലും അദ്ദേഹം തനിക്ക് ഭയമില്ല, പാർട്ടിക്ക് ഭയമില്ല എന്ന രീതിയിലുള്ള പ്രതികരണമാണ് നൽകിയതെങ്കിലും പാർട്ടിയും അതുപോലെ തന്നെ പിണറായി വിജയൻ അടക്കമുള്ള ചില ഉന്നത നേതാക്കളും ഈ ആത്മകഥയെ ഭയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. പത്മകുമാർ ദീർഘകാലം ജയിലിൽ കിടന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്ന CPM നേതാവാണ്. പത്മകുമാറിനെ വിമർശിക്കാനോ തള്ളിപ്പറയാനോ അതുപോലെ തന്നെ സംഘടനാപരമായ നടപടികൾ സ്വീകരിക്കാനോ CPM ഭയപ്പെട്ടിരുന്നു. CPM ദീർഘകാലം ഇത്തരമൊരു ആൾക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നില്ല. കുറ്റപത്രം പുറത്തു വരട്ടെ, എന്താണ് പത്മകുമാർ ചെയ്തതെന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരട്ടെ, അതിനുശേഷം നടപടി എന്നൊക്കെയായിരുന്നു CPM പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ ഈ കുറ്റപത്രമോ അല്ലെങ്കിൽ വ്യക്തതയോ ഒന്നും വന്നില്ല എങ്കിൽ കൂടി പത്മകുമാറിനെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് പത്തനംതിട്ട ജില്ലാ നേതൃത്വം. സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലാ നേതൃത്വം ഏറെക്കാലമായി പാർട്ടിയിൽ നിന്നും അകന്നു കഴിയുന്ന, പാർട്ടിയിൽ നിന്നും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് സൂചന നൽകിയിരുന്ന പത്മകുമാർ ഇനിയിപ്പോൾ സംഘടനാ നടപടി നേരിടേണ്ടി വരിക. സംഘടനാ നടപടി നേരിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ശബരിമലയിൽ എന്ത് നടന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുമെന്നും അത് തൻ്റെ ആത്മകഥയിലൂടെ ആയിരിക്കും പുറത്തു വരുന്നുവെന്നാണ് ഇപ്പോൾ പത്മകുമാർ ചില സുഹൃത്തുക്കളോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോട് ഇത്തരത്തിൽ ആത്മകഥ പുറത്തു വരുമെന്നോ ഇല്ലെന്നോ പറഞ്ഞിട്ടില്ല. പക്ഷേ വാർത്തകൾ അങ്ങ് പ്രചരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പത്മകുമാറിന് നിഗൂഢമായ പല കാര്യങ്ങളും പറയാനുണ്ട്. അതിൽ പലതും പാർട്ടിക്ക് എതിരാണ്. മാത്രമല്ല അതിൽ പലതും നേതാക്കന്മാർക്ക്, പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർക്ക് എതിരാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ ലക്ഷോപലക്ഷം അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിക്കുകയായിരുന്നു CPM എന്ന പാർട്ടിയും അതുപോലെ തന്നെ പിണറായി വിജയൻ സർക്കാരും എന്ന യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരാൻ പോവുകയാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പാർട്ടി പോകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വലിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം പാർട്ടിക്ക് സമ്മാനിച്ച ആത്മകഥയാണ് ഈ വി കുഞ്ഞികൃഷ്ണന്റെ ആത്മകഥയെങ്കിൽ പാർട്ടിയെ കേരളത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാൻ പോകുന്ന വിവാദങ്ങൾ ഒരുപക്ഷെ പത്മകുമാറിന്റെ ആത്മകഥയ്ക്ക് തൊട്ടു പിന്നാലെ ഉണ്ടായേക്കാം. CPIM-നെ പ്രതിസന്ധിയിലാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയാണ് CPM എന്നതാണ്. പാർട്ടിയുടെ വോട്ട് ബാങ്ക് ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. ദളിതരും മറ്റു പിന്നോക്ക വിഭാഗക്കാരും എല്ലാം ഉൾപ്പെടുന്ന ഹിന്ദു ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം പാർട്ടിയുടെ വോട്ടർമാരും അതുപോലെ തന്നെ പാർട്ടിയുടെ പ്രവർത്തകരും അനുഭാവികളുമൊക്കെയാണ്. ഈ ഹിന്ദു വോട്ടാണ് കാലാകാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താങ്ങി നിർത്തിക്കൊണ്ടിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിൽ എത്തിച്ചുകൊണ്ടിരുന്നത് ഈ ഹിന്ദു വോട്ടാണ്. എന്നാൽ ശബരിമലയ്ക്കെതിരെ നീങ്ങിയതോടുകൂടി ആ ഹിന്ദു വോട്ടുകൾ പാർട്ടിയിൽ നിന്നും അകലാൻ തുടങ്ങി. 2018 സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഭൂരിപക്ഷം ഹിന്ദുക്കളുടെയും എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് പാർട്ടി ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ശബരിമലയിൽ ആചാര ലംഘനം നടന്നത് എന്നെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് ഇപ്പോൾ ഈ പത്മകുമാറിന്റെ ആത്മകഥയിലൂടെ പുറത്തു വരാൻ പോകുന്നത്. മാത്രമല്ല ഹിന്ദുക്കളുടെ സർക്കാർ വിരുദ്ധ വികാരം അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലൊഴികെ മറ്റെല്ലാ സീറ്റിലും CPM ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം പരാജയപ്പെട്ടിരുന്നു. എന്നാൽ അതിനുശേഷം ജനങ്ങളോട് നേരിട്ട് മാപ്പ് പറഞ്ഞുകൊണ്ടും വീട് വീടാന്തരം കയറിയിറങ്ങി ശബരിമലയിൽ തങ്ങളുടെ ഇടപാടുകൾ തെറ്റായിപ്പോയിരുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടുമൊക്കെയാണ് CPM അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണവും ഒക്കെ നേടിയത്. കോവിഡും പ്രളയവും ഒക്കെ വരുത്തിവെച്ച ഒരു അരക്ഷിതാവസ്ഥ
CPM രാഷ്ട്രീയമായി മുതലെടുത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു CPIM-ന് രണ്ടാമത് ലഭിച്ച, അതായത് 2021 തിരഞ്ഞെടുപ്പിൽ ലഭിച്ച തുടർഭരണം. എന്നാൽ 2021 ആയപ്പോഴേക്കും മറ്റൊരു വിവാദം CPIM-നെ തകർത്തു കളഞ്ഞു. അത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നതിന് പിന്നിൽ തീർച്ചയായും CPIM-ന്റെ കരങ്ങളുണ്ട് എന്ന് വലിയൊരു വിഭാഗം ഹിന്ദുക്കൾ വിശ്വസിക്കുന്നുണ്ട്. പാർട്ടി അനുഭാവികളും പാർട്ടി സഖാക്കളും പോലും പാർട്ടിയെ ഇന്ന് എതിർക്കുന്നതിന് പിന്നിൽ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പാർട്ടി വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയത്. തോൽവിക്ക് ശേഷവും പാർട്ടിക്ക് അതിൻ്റെ പൊതുജന അടിത്തറ തിരികെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. പലപ്പോഴും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ പാർട്ടി തങ്ങളുടെ സ്വാഭാവികമായ അടിത്തറ വിപുലപ്പെടുത്താൻ തീർച്ചയായും പൊതുസമൂഹത്തിൽ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ പാർട്ടിയുടെ ശ്രമങ്ങൾ വിജയിച്ചില്ല. ഇപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിക്ക് പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ പാർട്ടി അനുഭാവികൾ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പത്മകുമാറിനെ പോലെ മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ഒരു വ്യക്തി തന്നെ ഞെട്ടിക്കുന്ന ആരോപണങ്ങളുമായി ആത്മകഥ പാർട്ടിക്കെതിരെ എഴുതിയാൽ തീർച്ചയായും പാർട്ടിയുടെ തകർച്ച അവിടെ നിന്ന് തുടങ്ങുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അണികൾ പോലും പാർട്ടിയെ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യമുണ്ടാകും. നേതാക്കന്മാർ കൂട്ടത്തോടുകൂടി പാർട്ടി വിടും. അങ്ങനെയാണ് എങ്കിൽ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ CPM തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് പോകും. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തൃണമൂൽ കോൺഗ്രസ് എങ്ങനെയാണോ തകർന്നടിഞ്ഞത്, അതുപോലെ കേരളത്തിലെ CPIM-ഉം രാഷ്ട്രീയമായി വലിയ തകർച്ചയെ നേരിട്ടേക്കാം എന്നാണ് ഇപ്പോൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല, വീണ്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന പിണറായി വിജയന് സ്വന്തം പദവി സംരക്ഷിക്കാനും ബുദ്ധിമുട്ടായി മാറും.